നമസ്തേ. ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ലൗകികവും ആത്മീയവുമായ പരിവർത്തനം നടക്കുന്നത്? അതിന് കാരണമായിട്ടുള്ള ആത്മാവും മനസ്സും ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിഷയം ഈ രീതിയിൽ രൂപമേലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ശരീരം ഒരു രാജ്യമായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ നിയമങ്ങൾക്ക് അടിസ്ഥാനമായ, അതായത് ആ വ്യക്തിയുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് വിഷയങ്ങളെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അറിയാം. അപ്പോൾ അതിനും അടിസ്ഥാനം ആത്മാവാണ്. ആ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് ഇന്ദ്രിയങ്ങൾ വഴി ആണല്ലോ പുറത്തുള്ള വിഷയങ്ങളെ ഫോക്കസ് ചെയ്യുന്നത്. അത് ഏതെല്ലാം രീതിയിൽ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ ധർമ്മം എന്താണ്, അത് തെറ്റും ശരിയും ഒക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ശരീരത്തിലുള്ള ആത്മാവിൻ്റെ ഒരു മന്ത്രിയായിട്ടാണ് നമ്മൾ മനസ്സിനെ കണ്ടത്. മന്ത്രി എന്താ ചെയ്യുക? ആ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവിടെ നടക്കുന്ന വിഷയങ്ങളെല്ലാം ഗ്രഹിക്കാനും പ്രജകളുടെ ക്ഷേമങ്ങൾ അറിയുവാനും അതൊക്കെ നിവർത്തിക്കാനും പോരായ്മകൾ നിവർത്തിക്കാനും ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കി വേണ്ടുന്ന വിധം നീതിപൂർവം അവിടെ ആ രാജഭരണം നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള അന്വേഷണങ്ങളിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഈ മനസ്സ് ഓടി നടക്കുന്നത്, അതായത് മന്ത്രി ഓടി നടക്കുന്നത്. അപ്പം മന്ത്രിക്ക് അവിടെ ഒരു റെസ്റ്റില്ല. സദാസമയം രാജ്യത്തിന് വേണ്ടി ആ രാജ്യത്തിൻ്റെ ഓരോ പ്രവർത്തന മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് മനസ്സ്. അതിനെയാണ് നമ്മൾ മന്ത്രിയായിട്ട് കണ്ടത്. അപ്പോൾ രാജാവാണെങ്കിലോ, രാജാവ് സ്വസ്ഥാനത്ത് ഒരു സ്ഥലത്ത് ഇരുന്ന് ഈ മന്ത്രി കൊണ്ടുവരുന്ന വിഷയങ്ങൾ ഒക്കെ നോക്കി പഠിച്ച്, അത് തെറ്റായ രീതിയിലാണെങ്കിൽ അതിന് വേണ്ടുന്ന പനിഷ്മെൻറ്റും, അത് നല്ലതാണെങ്കിൽ അതിന് വേണ്ടുന്ന ഗുണങ്ങളും ഒക്കെ ചെയ്ത് ആ രാജ്യം ബാലൻസ് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ പ്രജകൾക്കെല്ലാം വളരെ നല്ല രീതിയിൽ ജീവിതം കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് നടപ്പിലാക്കുന്നതാണ് രാജാവും മന്ത്രിയും കൂടി. അതിനെയാണ് ഇവിടെ നമ്മൾ ആത്മാവ് മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞല്ലോ, ശരീരമാണ് രാജ്യമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിലെ രാജാവും മന്ത്രിയുമാണ് ആത്മാവും മനസ്സും. ഇപ്പോൾ വ്യക്തമായല്ലോ. അപ്പോൾ മന്ത്രി എന്താ ചെയ്യുന്നത്? മന്ത്രിക്ക് ബാഹ്യമായ വിഷയങ്ങൾ ഓടി നടക്കുന്നതിൻ്റെ പേരിൽ അതിൻ്റെ ആന്തരികമായ അവസ്ഥയിൽ കിടന്നുകൊണ്ട് ആള് സംഭരിക്കുന്ന, അതായത് ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ വഴി സംഭരിക്കുന്ന വിഷയങ്ങളെ അത് നല്ലതും പൊട്ടയൊക്കെയാണെന്ന് തിരിക്കാനുള്ള സമയപരിധി ഉണ്ടാവില്ല. കാരണം മന്ത്രിക്ക് വീണ്ടും പഴയ പോലെ തന്നെ 24 മണിക്കൂറും ബാഹ്യമായ വിഷയങ്ങൾ ഓടി നടക്കണം. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഉപമന്ത്രി ഏൽപ്പിക്കും. അതാണ് ഉപമനസ്സ്. ഉപമനസ്സ് എന്താ ചെയ്യുന്നത്? അത് എടുത്തിട്ട് തെറ്റ് ശരിയൊക്കെ ഒന്ന് മനസ്സിലാക്കും. ഉപമനസ്സിന് അത്രേ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് അതിൽ ശരിയും തെറ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഏകാഗ്രത ഉപമനസ്സിനില്ല. അതാണ് ഉപമന്ത്രി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മന്ത്രി എന്ത് ചെയ്യുന്നു? ഉപമന്ത്രി ഏൽപ്പിക്കുകയാണ്. ഉപമന്ത്രി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മാതിരി അതിനൊക്കെ ഒന്ന് പരിശോധിച്ച് തെറ്റും ശരിയും കല്ലും മുള്ളൊക്കെ ഒന്ന് തിരിക്കാനേ മാത്രമേ കഴിയുള്ളൂ. പൂർണ്ണമാവില്ല. പൂർണ്ണമല്ല ഉപബോധ മനസ്സ്. അതാണ് ഉപമന്ത്രി ചെയ്യുന്നത്. ഉപമന്ത്രി എന്ത് ചെയ്യുന്നു? അതങ്ങനെ തന്നെ അവബോധ മനസ്സിന് കൊടുക്കുകയാണ്. അവബോധ മനസ്സ് അത് ഉണർന്നിരിക്കണം. ഉപബോധ മനസ്സിന് ഈ ഉപബോധ മനസ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും കൂടി പരിശോധിക്കാൻ കഴിയും. ഏകാഗ്രതയിലാണ് ഇരിക്കുന്നത്. വേറെ ഓടി നടക്കണമൊന്നുമില്ല. മറ്റേ മനസ്സും ഉപബോധ മനസ്സും ഓടി നടക്കുന്ന മാതിരി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ അവബോധ മനസ്സിനില്ല. അപ്പോൾ ഈ ഉണർന്നിരിക്കുന്ന അവബോധ മനസ്സിന് അത് കറക്റ്റ് ചെയ്യാം. അത് ഉപബോധ മനസ്സ് ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്ത അത് കല്ലുമുള്ളൊക്കെ തിരിച്ച് അത് ഒന്നും കൂടി കറക്റ്റ് ചെയ്യണം ഏകാഗ്രതയോടുകൂടി. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആണ് നമ്മൾ ധാരണ എന്നൊക്കെ പറയുന്നത് ധ്യാനത്തിൽ കേട്ടോ. ഇവിടെ ഇതൊക്കെ വരുന്നുണ്ട്. ഈ അഷ്ടകൾ വരുന്നുണ്ട്, ഷഡാധാര യോഗങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. അതൊക്കെ വേറൊരു തലമാണ്, വേറൊരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റും ഞാൻ ഈ പറയുന്ന സബ്ജക്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അതാണ് ഞാൻ ഇങ്ങനെ ഒരു ഉപമയിലൂടെ ഇത് പറയുന്നത്. അപ്പോൾ ഈ മനസ്സ്, ഉപബോധ മനസ്സ്, അവബോധ മനസ്സ്, അവബോധ മനസ്സിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞത്, അതിങ്ങനെ ഉണർന്നിരിക്കുകയാണ്. അത് ഈ കൊണ്ടുവരുന്ന വിഷയങ്ങളും ഫയലുകളൊക്കെ ഒന്ന് നോക്കി അവിടെ നിന്ന് ഉപബോധ മനസ്സ്
കല്ലുമുള്ളൊക്കെ തിരിച്ചിരിക്കുന്നത് ഒന്നും കൂടി കറക്റ്റ് ഏകാഗ്രതയോടുകൂടി അതൊന്നും കൂടി പരിശോധിച്ചു. കാരണം അതിൻ്റെ ജോലി അത് മാത്രമേ ഉള്ളൂ. അത് നേരിട്ടിട്ട് അത് ബോധമനസ്സിനെ ഹാൻഡ് ഓവർ ചെയ്യണം. ബോധമനസ്സിൻ്റെ കയ്യിലെത്തുമ്പോഴേക്കും അത് ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ടാവും. ഈ ബോധമനസ്സാണ് ഇത് ആത്മാവിന് സമർപ്പിക്കുന്നത്. ആത്മാവിൻ്റെ കയ്യിൽ വരുമ്പോൾ അതിലെ ജഡ്ജ്മെൻറ്റ് നടപ്പിലാക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ നേരത്തെ പറഞ്ഞ മനസ്സും ബോധമനസ്സും അവബോധ മനസ്സും ഈ ബോധമനസ്സും കൂടിയൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കുന്നത് ഈ നീതിമാനാണല്ലോ. ആ നീതിമാൻ ഇരിക്കുന്നത് എവിടെയാണ്? മനസ്സാക്ഷിയുടെ കോടതിയിൽ. ആ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഇരുന്നു കൊണ്ടാണ്, അതാണ് ആനന്ദമയ കോശം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് പറയേണ്ടി വരും. പഞ്ചകോശങ്ങളിലൊക്കെ പെടുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞില്ല, അപ്പോൾ വേറെ വഴിക്ക് പോകാതെ ഇതൊക്കെ ഇതിൽ യോഗയും അതൊക്കെ ഇതിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതിന് എളുപ്പമായിട്ട് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ 4 തട്ടുകളായി തിരിച്ചും കൊണ്ട് പറയാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബോധമനസ്സ് ആത്മാവിന് സമർപ്പിക്കുമ്പോൾ അതിലാണ് തെറ്റും ശരിയും അല്ലെങ്കിൽ നന്മയും തിന്മയും പാപപുണ്യങ്ങളും ഒക്കെ എന്താണെന്ന് ആ ലാസ്റ്റ് ഫയലിൽ ബോധമനസ്സ് സമർപ്പിച്ച ഫയലിൽ ഉണ്ടാവും. അത് മനസ്സാക്ഷിയുടെ കോടതിയിലേക്കാണ്. അവിടെയാണ് ആത്മാവിരിക്കുന്നത് പറഞ്ഞു. അതാണ് ജഡ്ജ്. അതിനെയാണ് നമ്മൾ നീതിമാൻ എന്ന് പറയുന്നത്. ആ അവസ്ഥ അത് മനസ്സാക്ഷിയുടെ കോടതിയിലല്ലേ ഇരിക്കുക. ആ മനസ്സാക്ഷിയുടെ കോടതിയിലാണ് നീതി നടപ്പാക്കുന്നത്. നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ, തെറ്റാണെങ്കിൽ ആ രീതിയിൽ, പാപം ചെയ്തതാണെങ്കിൽ പാപം ചെയ്ത അതിൻ്റെ ശിക്ഷയും കാര്യങ്ങളും നടപ്പിലാക്കും, പുണ്യം ചെയ്തതാണെങ്കിൽ ആ പുണ്യം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കും. ഇതെല്ലാം വിധിക്കുന്നത് നീതിമാനായ ആത്മാവായ ന്യായാധിപനാണ്. അപ്പോൾ ഇതാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ശരീരം രാജ്യമായും അതിൽ ഈ മനസ്സിൻ്റെ വ്യവഹാരം, ആ വ്യവഹാരത്തെയാണ് നമ്മൾ ഇവിടെ മനോരാജ്യം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ രാജ്യമാണ് അത്, മനോരാജ്യമാണ്. ആ മനോരാജ്യത്തിൽ എല്ലാം കറക്റ്റല്ല, മനസ്സിലായല്ലോ. അതിനെ കറക്റ്റ് ചെയ്യാനാണ് ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്നത്. ആ ഉപബോധ മനസ്സാണ് പിന്നെ അവബോധ മനസ്സിന് കൊടുക്കുന്നത്. അവബോധ മനസ്സാണ് പിന്നെ ബോധ മനസ്സിന് കൊടുക്കുന്നത്. ബോധ മനസ്സാണ് പിന്നെ ആത്മാവിന് കൊടുക്കുന്നത്, നീതിമാന് കൊടുക്കുന്നത്. നീതിമാൻ ഇരിക്കുന്നതാണ് ഈ പറഞ്ഞത് മനസ്സാക്ഷി കോടതിയിലാണ്. അപ്പോൾ ഈ മനസ്സാക്ഷി കോടതിയിൽ നിന്ന് നമുക്ക് ഏത് പനിഷ്മെൻ്റാണോ, ഏത് കർമ്മഫലമാണോ നമുക്ക് വിധിക്കുന്നത് അത് നമ്മൾ അനുഭവിക്കേണ്ടി വരികയാണല്ലോ ചെയ്യുന്നത്. ഇതാണ് ഒരു പോയിന്റ്. അതായത് ഇങ്ങനെയാണ് കുറേയും കൂടിയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ ആത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ അംശമാണല്ലോ, പരമാത്മാവിൻ്റെ അംശമാണ്. ഇത് തിരിച്ചറിയാൻ പറ്റാത്ത, അതായത് ഈ വ്യവസ്ഥകൾ ഇവിടെ നടക്കുന്ന ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ പ്രോസസ്സിനെ തിരിച്ചറിയാൻ പറ്റാത്ത പല ആളുകളിലും ഇത് അറിഞ്ഞും അറിയാതെയും നടക്കുന്നുണ്ട്. അറിയാതെ നടക്കുന്നവർ തെറ്റിദ്ധരിച്ച് അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. അതായത് ആത്മാവ് ഡയറക്റ്റ് പ്രവർത്തിക്കുന്ന ഒരു രീതി വരും. അതായത് ഈ ഉപാധികളുണ്ടല്ലോ, മനസ്സും അത് നേരത്തെ പറഞ്ഞ ഉപമനസ്സും അവബോധ മനസ്സും ബോധമനസ്സൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ആത്മാവും മനസ്സും പ്രവർത്തിക്കുമ്പോൾ ഒരു വ്യക്തി താൻ മനസ്സാണ് ശരീരമാണ് എന്ന ഒരു ലോകത്തായിരിക്കും അയാൾ ജീവിച്ചു പോവുക. അതിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഊർജ്ജശക്തികൾ ഒക്കെയാണല്ലോ പ്രകടമാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആത്മാവ് അവിടെ ഒരു പോസിറ്റീവ് എനർജിയാണ്, സത്യമായ അവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. അത് സത്യത്തെയാണ്, അത് ദൈവികമാണ്, ദിവ്യമാണ്. അപ്പോൾ അത് സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുകയുള്ളൂ. പക്ഷെ അസത്യത്തിൻ്റെ പല കാര്യങ്ങളും മനസ്സ് പ്രേരിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അതിനെ തിരുത്തി പറഞ്ഞു തരുന്ന ഒരു രീതി, ഉപദേശിച്ചു തരുന്ന രീതി, നമ്മൾ പോകുന്ന ജീവിതഗതിയിലെ വളഞ്ഞ വഴികളൊക്കെ നേരെയാക്കി ഭാവിഭൂതം വർത്തമാനം നമ്മളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ പറഞ്ഞു തരാൻ ഈ ആത്മാവിന് കഴിയും. കാരണം എന്താ? ആത്മാവ് സർവ്വവ്യാപിയാണ്, സൂക്ഷ്മമാണ്, സർവ്വചരാചരങ്ങളിലും വസിക്കുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് ദൈവം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ? പരമാത്മാവിൻ്റെ അംശമാണല്ലോ ജീവാത്മാവ്. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയണേ. അതായത് കടലിൽ നിന്ന് നമ്മൾ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചാൽ ആ വെള്ളവും കടലിലെ വെള്ളവും ഒരുപോലൊക്കെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പരമാത്മാവിൻ്റെ അംശമായിട്ട് ജീവാത്മാവായിട്ട് ശരീരിക്കുന്നുണ്ടെങ്കിൽ അത് ദിവ്യമുള്ള ദൈവാത്മാവ് തന്നെയാണ്. അതിനിതൊക്കെ അറിയാൻ കഴിയും. അത് പരമാത്മാവായിട്ട് കണക്റ്റഡ് ആവുകയാണ്. കണക്റ്റഡ് ആവുമ്പോൾ ഈ മനസ്സിൽ നിന്ന് വിട്ടും കൊണ്ട്
നേരിട്ടിട്ട് ആത്മാവ് ഈ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഭാവിഭൂത വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ ഇത് തിരിച്ചറിയാൻ പറ്റാത്ത, അതായത് ഒരു ജംഗ്ഷനിൽ വന്ന് നിന്നപ്പോൾ അത് ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തനം വെവ്വേറെയായി നിന്നുകൊണ്ട്, അതായത് മനസ്സിനെ വിടിയിച്ചും കൊണ്ട് ആത്മാവ് ഡയറക്റ്റാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാണ്ട് വരുമ്പോൾ തിരിച്ചറിയാത്ത വ്യക്തികൾ വിചാരിക്കണം എന്താ, ഇത് പുറത്തു നിന്ന് ദൈവമോ അല്ലെങ്കിൽ ദിവ്യമായ ഏതോ ശക്തിയോ അല്ലെങ്കിൽ ഗന്ധർവന്മാരോ അല്ലെങ്കിൽ വേറൊക്കെ പലതും ഒക്കെ ഊഹിച്ചു സംശയിച്ചും അതാണെന്നൊക്കെ ഉറപ്പിച്ച് അവരാണ് എന്നെ നയിക്കപ്പെടുന്നത് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. പക്ഷേ അവരുടെ ആത്മാവ് തന്നെ ഉപാധികളില്ലാതെ ഡയറക്റ്റ് ആത്മാവ് തന്നെയാണ് നയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഗീതയിലും മറ്റുള്ള ഉപനിഷത്തുകാരിലൊക്കെ പറയുന്നത് അഹം ബ്രഹ്മാസ്മി, നീ ദൈവം തന്നെയാണ്, ഞാനും ദൈവം തന്നെ, നീ ഞാനും ഒന്നാണ് എന്നാൽ പറയുന്നതിനൊക്കെ പൊരുളുകൾ വരുന്നത് ഇത് ഏകമായതിൻ്റെ പേരിലാണ്. ഇങ്ങനെയുള്ള മനസ്സിൻ്റെയും വിവിധ തരത്തിലുള്ള പ്രവർത്തന രീതികൾ ഉള്ളതിൻ്റെ പേരിലാണ് നാം വേറിട്ട് നിൽക്കുന്നതും നമ്മൾ മനസ്സാണെന്നും നമ്മളെ ബാധിക്കുന്ന ഈ ഇന്ദ്രിയങ്ങൾ വഴി ബാധിക്കുന്ന വിഷയങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നതും നമ്മൾ കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് ഒരു ഏകാഗ്രത ഇല്ലാതൊക്കെ ജീവിച്ച് ആകെ പ്രതിസന്ധിയിലാവുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഈ ആത്മാവിൻ്റെ സാന്നിധ്യമില്ലാത്തതിൻ്റെ പേരില്ല. അതെല്ലാവർക്കും കിട്ടൂല. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഉണർവ് ഉണ്ടായാൽ, ഡയറക്റ്റ് ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, അയാൾ ഈ ആത്മാവാണ് ഞാൻ എന്നുള്ള ബോധമില്ലാതെ അയാൾ ധരിക്കുക ഞാൻ ഈ ശരീരവും മനസ്സുമാണ്, അപ്പോൾ വേറെ ഒരു ശക്തിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തെറ്റിദ്ധരിക്കുക. അത് ആ നോളജ് ഇല്ല. ആത്മാവിൻ്റെ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തിയുടെ രീതി അവർക്ക് അറിയില്ല, അവർക്ക് തിരിച്ചറിയില്ല. അവർ ഇതിനു മുന്നേ വേറെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ചുറ്റിയൊക്കെ സഞ്ചരിച്ചവരായിരിക്കും. അല്ലാതെ ഈ വക റിസർച്ച് സയൻസും കാര്യങ്ങളും അല്ലെങ്കിൽ വേദശാസ്ത്രങ്ങളും യോഗശാസ്ത്രങ്ങളും പഠിച്ചവരായിരിക്കില്ല. അങ്ങനെ ഇല്ലാത്തവരിൽ ഇതേമാതിരി ഏതെങ്കിലും ഒരു കാരണവശാൽ കഴിഞ്ഞ ജന്മത്തിൻ്റെ പുണ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആത്മാവ് നേരിട്ട് പ്രവർത്തിക്കാൻ ഇടയായാൽ അവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ ഈ മനസ്സ് തന്നെയാണ് ഇവിടെ പാപവും പുണ്യവും ചീത്തയും ഗുണവും ദുഃഖവും ഒക്കെ വഹിക്കുന്നത് ഈ മനസ്സാണ്. ആത്മാവിന് അത് ബാധകമല്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വഴി ഈ മനസ്സ്, ആദ്യത്തെ സ്റ്റേജാണ് ഈ പറയണേ. ഇന്ദ്രിയങ്ങൾ വഴി ഓരോ കർമ്മങ്ങളിൽ ചെന്ന് ചാടി കറക്റ്റായിരിക്കുമല്ലോ അവിടെ ഇവിടെ കൂടി നടന്ന്, അതെല്ലാം ആദ്യത്തെ മനസ്സിൻ്റെ കാര്യം പറഞ്ഞേ. ആ ലോകത്താണ് ഭൂരിഭാഗം ആളുകൾ നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് ഡയറക്റ്റ് ഈ വക അറിവുകളില്ലാതെ ആത്മാവ് പ്രവർത്തിക്കാൻ കാരണമായാൽ അവർ അന്ധമായി വിശ്വസിച്ചു പോകും, അല്ലെങ്കിൽ തെറ്റായി ധരിച്ചു പോകും. അവർ വേറെ ഒരു ശക്തി ആണ് എന്നിൽ പ്രവർത്തിച്ചിട്ടിരിക്കുന്നതെന്ന് അവർ അറിയാതെ അങ്ങനെ ഉറച്ചു നിൽക്കും. അല്ലാതെ കാരണം ആത്മാവിനെ എല്ലാം വെളിപ്പെടുത്താൻ കഴിയും. എന്തും അറിഞ്ഞിരിക്കുന്നതും എവിടെയും സഞ്ചരിക്കാൻ, ഭാവി ഭൂതം വർത്തമാനങ്ങൾ മറ്റുള്ള പലതിലും ഇടപെടാനും മനസ്സിലാക്കാനും ഒക്കെ ആത്മാവിന് കഴിയും. കാരണം ആത്മാവ് സർവ്വവ്യാപിയാണ്, പഞ്ചഭൂതാത്മകമാണ് കാണുന്ന പ്രപഞ്ചം. അവിടെയൊക്കെ സഞ്ചരിച്ച് അതിൻ്റെ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ കഴിയും. ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഈ ആത്മാവാണ് എന്നുള്ളത് ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വ്യക്തികൾക്ക് ഇതിൻ്റെ സാക്ഷാത്കരിച്ചവർ നേരത്തെ അവർ ചെയ്തു പോയ ഏതോ ഒരു കർമ്മ പുണ്യത്തിൻ്റെ ഭാഗമായിട്ട് അവരിൽ ആത്മാവ് ഡയറക്റ്റ് പ്രവർത്തിക്കാൻ കാരണമായാൽ അവർക്ക് ഈ തിരിച്ചറിവുണ്ടാവില്ല. അവരാണ് പറയുന്നത് ഗന്ധർവൻ വന്നു, മറ്റു വല്ല ദേവതകൾ വന്നു, അല്ലെങ്കിൽ ദൈവം നേരിട്ട് എന്നോട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് നടന്നതിൻ്റെ വഴിയാണെന്ന് അവർക്കറിയില്ല എന്നാണ് ഞാനിവിടെ പറയുന്നത്. ഒരു ശരീരത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ശരീരവും അതിലെ ആത്മാവും അതിലെ മനസ്സും അവിടെ നടക്കുന്ന ഒരു പരിവർത്തനത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ പലവരും അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഒന്നും ഒരു മറുപടി പറയാനില്ല. എങ്ങനെയാവാം, എങ്ങനെയും സംഭവിക്കാം. ഇപ്പോൾ ഇവിടെ ശാസ്ത്രീയമായ യോഗ സാധനങ്ങൾ വഴി ആധ്യാത്മിക കാരണമായാൽ ഇങ്ങനെയുള്ള അത്ഭുതമായ കാര്യങ്ങൾ ആ ശരീരത്തിൽ ഒക്കെ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. മനസ്സും ആത്മാവും തമ്മിലാണ് അവിടെ യോജിച്ച് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ പോകുമ്പോൾ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വാദിക്കാനും തർക്കിക്കാനും ഒക്കെ നിൽക്കും. ഞാനിതിപ്പോൾ ഇവിടെ വാദിക്കാനും തർക്കിക്കാനും അല്ല നിൽക്കുന്നത്. എനിക്ക് വെളിപ്പെടുത്തി തരുന്ന വിഷയങ്ങളാണത്. എൻ്റെ ആത്മാവ് ഓരോ വിഷയങ്ങളും അത് ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ഏകാഗ്രതയിൽ, എൻ്റെ ബോധതലത്തിൽ എനിക്ക് കിട്ടുന്ന അറിവാണ്, ജ്ഞാനമാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. പിന്നെ മറ്റൊരു മേഖലയുണ്ട്, മറ്റുള്ള ഈ പറയുന്ന ശക്തികൾ, നെഗറ്റീവ് എനർജി
അന്തരീക്ഷത്തിലുള്ള അതൊക്കെ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷെ നമ്മുടെ മനസ്സിന് ദേവനാവാൻ കഴിയും, അസുരനാവാനും കഴിയും, പാപവും പുണ്യവും ഒക്കെ ചെയ്യാൻ നമ്മുടെ ഈ ആത്മാവിന് കഴിയും. അത് ചെയ്യുന്നത് മനസ്സാണ്. മനസ്സ് ചെയ്യുന്ന അത് ഏകാഗ്രതയോടുകൂടി നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഒരു സംസ്കരണം, ആലോചന, ധാരണയോടുകൂടി ഈ മനസ്സ് സംഭരിക്കുന്ന വിഷയങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് സ്വസ്ഥമായി അത് ആത്മപരിശോധന ചെയ്ത് ശുദ്ധമാക്കി എടുത്തു കഴിഞ്ഞാൽ തെറ്റുകൂടാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. പക്ഷെ അതിന് ഈ മനസ്സ് സമ്മതിക്കുന്നില്ല. അതെന്നല്ല നമുക്കിങ്ങനെ ഉപബോധ മനസ്സുണ്ടെന്നും അവബോധ മനസ്സുണ്ടെന്നും ബോധ മനസ്സുണ്ടെന്നും അതിനിങ്ങനെ ഒരു ആത്മാവുണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവർക്ക് അറിയുന്നും കൂടല്ലോ. ശാസ്ത്രീയമായി യോഗശാസ്ത്രങ്ങളൊക്കെ അറിയുന്നവർ, ഷടാധാര മാർഗങ്ങൾ അറിയുന്നവരൊക്കെ ഇപ്പോൾ പലവിധ ക്രിയായോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ അഭ്യസിക്കുന്നവർക്ക് കുറേ അവബോധം ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടാവും. അതില്ലാത്ത സാധാരണക്കാര അയൽ ഒരു ദൈവബോധവും ഇല്ലാത്തവരിൽ അല്ലെങ്കിൽ ഭക്തി കൊണ്ട് മാത്രമോ ഏതെങ്കിലും രീതിയിലോ ഒക്കെ ഡയറക്റ്റ് ആത്മാവ് ഉപാധികളില്ലാതെ പ്രവർത്തിക്കുമ്പോൾ അവർ പകച്ചു നിൽക്കും. അവരുടെ ശരീരത്തിന് ആത്മാവ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അവർ ധരിക്കുന്നത് അത് പുറത്തു നിന്ന് ഏതോ ഒരു ദൈവിക സാന്നിധ്യം കൊണ്ടാണ് ഞാനിതൊക്കെ അറിയുന്നതും ഇതൊക്കെ പറയുന്നതും ചെയ്യുന്നതും എന്നുള്ള തെറ്റായ ധാരണ. അത് അവർക്ക് അതിനെക്കുറിച്ചുള്ള കറ തീർന്ന ഒരു അവബോധമില്ലാത്തതിൻ്റെ പേരിൽ, തിരിച്ചറിവില്ലാത്തതിൻ്റെ പേരിലാണ്. എന്നാൽ അവർ പറയുന്നതൊക്കെ ശരിയാക്കി. കാരണം എന്താ? ആത്മാവിനെ പറയുന്ന ആത്മാവിനെ തെറ്റു പറ്റില്ലല്ലോ. ആത്മാവ് സൂക്ഷ്മ വസ്തുവാണ്. സൂക്ഷ്മത്തിൽ സ്ഥിതി ചെയ്യുന്നതിനൊക്കെ തിരിച്ചറിയാൻ പറ്റും. അതാണ് അവരിലൂടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവർ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നും ഇതാണ് അവരിൽ നടക്കുന്നത് എന്നും ഒരു തിരിച്ചറിവ് വന്നാൽ അവർക്ക് കറക്റ്റായിട്ട് പല കാര്യങ്ങൾ ഒന്നും കൂടിയും നല്ല രീതിയിൽ മനസ്സിലാക്കി തരാനും ചെയ്യാനൊക്കെ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും ഞാനിവിടെ ആത്മാവിനെ കുറിച്ചും മനസ്സിനെ കുറിച്ചും ബോധ മനസ്സിനെ കുറിച്ചും അവബോധ മനസ്സിനെ കുറിച്ചും ബോധ മനസ്സിനെ കുറിച്ചൊക്കെ പറയാൻ കാരണം മനസ്സിൻ്റെ അതാത് മേഖലകളിൽ ഓരോ വ്യക്തികളും ഏത് തലത്തിൽ വിശ്വാസത്തോടു കൂടിയും സങ്കല്പത്തോടു കൂടിയും സത്യമെന്നൊക്കെ വിശ്വസിച്ചു പോകുന്ന അവസ്ഥയിൽ ഈ പറയുന്ന മനസ്സുകൾ അതാത് തട്ടുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ആ ഒരു ലോകമാണ് പ്രകടമാകുന്നത്. അപ്പോൾ അത് ശരിയാണെന്ന് അവർ അങ്ങോട്ട് ധരിക്കുകയാണ്. അത് ഒരു മനസ്സിൻ്റെ മായാവൈഭവമാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും പല വ്യക്തികൾ, പലവിധ ദേവതകൾ, പല മൂർത്തികൾ, പലവിധ പൈശാചിക ശക്തികൾ, നെഗറ്റീവ് എനർജി ശക്തികൾ ഒക്കെ വന്ന് ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയണമെന്നുണ്ടല്ലോ. ഇതൊക്കെ ഈ മനസ്സിൻ്റെ തന്നെ കളികളാണ്. മനസ്സ് ഒരിക്കലും സത്യവുമല്ല, നീതിപൂർവവുമല്ല. അത് മായയാണ് മനസ്സ്. ഈ മായകൾ നീങ്ങിയാൽ മാത്രമേ ആത്മദർശനം ഉണ്ടാവുള്ളൂ. ആത്മദർശനം ഉണ്ടാക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. അവർ ഒരു മഹത്തായ ജ്ഞാനത്തിൻ്റെ ആനന്ദപൂരിതമായൊരു ലോകത്തേക്ക് അവർ കടന്നു ചെല്ലും. പക്ഷേ ഈ മനസ്സിൻ്റെ ഇങ്ങനെയുള്ള തട്ടുകളിൽ ചെന്നുപെടുന്ന ആത്മാക്കൾക്ക്, വ്യക്തികൾക്ക് അവർക്ക് ഈ ഒരു അറിവുണ്ടാവില്ല. അവരതിനെ ശരിയെന്ന് ധരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അവർ വിചാരിച്ചിരിക്കുന്ന, അവർ സമർപ്പിച്ചിരിക്കുന്ന, വിശ്വസിച്ചൊക്കെ ഇരിക്കുന്ന അതാത് ദേവതകളുടെ സാന്നിധ്യം കൊണ്ടോ മൂർത്തികളുടെ സാന്നിധ്യം കൊണ്ടോ ആത്മാക്കളുടെ സാന്നിധ്യം കൊണ്ടോ ആണെന്നൊക്കെ അവരങ്ങോട്ട് തെറ്റിദ്ധരിച്ച് ആ അവസ്ഥയിൽ അവർ ആത്മാവിൻ്റെ ദേവമൂർത്തി ഭാവങ്ങളിലൊക്കെ കണ്ടുകൊണ്ട് പറയുകയാണ്. പക്ഷെ അവിടെയൊക്കെ പ്രകാശിക്കുന്നത് ഈ ആത്മചൈതന്യം തന്നെയാണ്. പക്ഷെ അത് മനസ്സാണ് അവിടെ ഈ വക രൂപഭാവങ്ങളൊക്കെ അവിടെ നൽകുന്നത്. ഇതൊന്നും അറിയാതെ പലവരും പല രീതിയിൽ സ്വകാര്യമായിട്ട് ശാസ്ത്രീയമായിട്ടൊന്നും അറിയാത്ത വ്യക്തികളിൽ ഇതേമാതിരി ആത്മാവ് പ്രകാശിച്ചു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന ദേവഗണങ്ങളാണ് അവരോടൊക്കെ സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, നിർദ്ദേശിക്കുന്നതൊക്കെ അവരാണെന്ന് അവർ തെറ്റിദ്ധരിക്കണം. എന്നാൽ ജ്ഞാനോദയം ഉണ്ടായ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അപ്പുറമാണ്. ഇതിനൊക്കെ കടന്ന് ഈ മായാവൈഭവത്തെ ഭേദിച്ചും കൊണ്ടാണ് പരമമായ സത്യത്തിൽ നിലകൊള്ളുന്നത്. അത് പരമാത്മാവും ആ ജീവാത്മാവും, അതായത് ഈ മായാവൈഭവങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് മായയെ നീക്കിക്കഴിഞ്ഞാൽ അത് സത്യവും ജ്ഞാനവും സച്ചിദാനന്ദവുമായിട്ടാണ് മാറുന്നത്. അത് എല്ലാവർക്കും കഴിയില്ല. ഭൂരിഭാഗം സാധാരണക്കാർ ഈ പറയുന്ന മേഖല തട്ടുകളിൽ ചെന്നാണ് നിൽക്കുക. അവിടെ നിന്നിട്ട് അവർ പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. ആ ദേവതകളാണ് ഈ നിർദ്ദേശങ്ങളും അവർക്ക് ദർശനങ്ങളും അവർക്ക് അത്ഭുത സിദ്ധികളൊക്കെ കൊടുത്തതെന്ന് അവരങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. ആവാം, അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്
നാം നേരത്തെ പറഞ്ഞ ആത്മാവ് തന്നെയാണ്. ആ ആത്മാപ്രകാശം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും ബാധകമല്ല. ഈ മായാവൈഭവം നീങ്ങും. അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ നീയല്ലോ മായയും മായാവിയും നീയല്ലോ ദൈവമേ മായയെ നീക്കി സായുജ്യം നൽകുന്ന ആര്യൻ എന്ന് പറഞ്ഞതിൻ്റെ പൊരുളതാണ്. അത് ആ ഒരു 4 വരിയിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അത് വേറൊരു രീതിയിലൂടെ കാണേണ്ടി വരും. ഞാൻ പറയുന്നത് സാധാരണക്കാർ ഇന്ന് പല രീതിയിൽ പലയിടത്തും ദൈവം പ്രത്യക്ഷപ്പെട്ടുന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദേവഗണങ്ങളൊക്കെ വന്ന് സംസാരിക്കുന്നോ അവർ ചെയ്യുന്ന പല കർമ്മപദ്ധതികളിലും ആചാരങ്ങളിലും പൂജാവിധികളിലൊക്കെ ചെന്ന് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിൻ്റെ പുറകിൽ ഈ ഒരു ആത്മാവ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കൂടെ പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മനഃശാസ്ത്രപരമായിട്ടാണ്, അത് ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സാധാരണക്കാർ മുഴുവനും പലവിധ അന്ധവിശ്വാസം, ഇതിന് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ സത്യത്തെ തിരിച്ചറിയുന്നില്ല. അവരിലൊക്കെ അത് പ്രകടമാകുന്നത് അവരിലുള്ള തന്നെ ആത്മാവായിരിക്കുന്ന ദൈവാത്മാവായിരിക്കുന്ന ആത്മാവ് തന്നെയാണ് വിവിധ ഭാവങ്ങളിലും രൂപങ്ങളിലൊക്കെ പ്രകാശിക്കുന്നെന്നുള്ളൊരു തികഞ്ഞ ഒരു അവബോധം ഉണ്ടെങ്കിൽ നമുക്ക് ആ സൂക്ഷ്മഭാവത്തെ കാണാൻ കഴിയും. അങ്ങനെ നമുക്കതിനെ അംഗീകരിക്കാൻ പറ്റും. പക്ഷെ അത് ഓരോ ശരീരത്തിൽ ആ ഭാവം ധരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് തിരിച്ചറിയാൻ കഴിയില്ല. ഇതാണ് ഭൂരിഭാഗം പേർക്കും പറ്റുന്ന അബദ്ധം. അത് ഈ മായയെ നീക്കി അതാത് സങ്കല്പങ്ങളെയും ഭാവങ്ങളെയും രൂപങ്ങളൊക്കെ നീക്കിക്കഴിഞ്ഞു അതെല്ലാം പരിഭാവനമായ ആ ബ്രഹ്മ ചൈതന്യം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരിലും അതങ്ങനെ പ്രകടമാകില്ല. അതിന് അതിൻ്റെതായ ചില വ്യക്തികളുണ്ട്, അവരിലാണ് ആ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുക. അവർക്കാണ് ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുക. മറ്റുള്ളവർക്ക് അത് തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് പറ്റില്ല. എന്നാൽ അതിനെ തിരിച്ചറിയുന്നവർ ശാസ്ത്രീയപരമായും യോഗ സംബന്ധമായും മറ്റൊക്കെയുള്ള ആത്മവിദ്യകളിലൂടെ ആത്മസാധനകളിലൂടെയൊക്കെ സാക്ഷാത്കരിക്കുന്നുണ്ട്. യഥാർത്ഥ ജ്ഞാനം കിട്ടിയ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള രീതികളിലൂടെയൊന്നും അവർ പോവില്ല. അവർക്കറിയാം അത് മനസ്സിൻ്റെ താഴെയുള്ള മണ്ഡലങ്ങളിൽ നടക്കുന്ന നാടകീയമായ, അതായത് മായാവൈഭവമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവർ നിൽക്കുന്നതിൻ്റെ പേരിൽ അവർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇതും കൂടി ഞാനിവിടെ പറയേണ്ടി വരികയാണ്. ഇതേമാതിരി പല സംഭവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ദൈവിക പ്രവർത്തന മേഖലയിലൊക്കെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ജ്ഞാനോദയം ഉണ്ടായാൽ ഇതെല്ലാം നടക്കും. അത് വേറെ രീതിയിലൂടെ നടക്കുകയാണ്. ഇനിയിപ്പോൾ ജ്ഞാനിയായിപ്പോയി ഇങ്ങനെയൊന്നും ഉള്ള സംഭവങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കാം. അതുകൊണ്ടുള്ള ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് ഞാൻ തന്നെയാണെന്ന്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഈ ജ്ഞാനം സിദ്ധിച്ചാൽ, ഈ മായാവൈഭവങ്ങളൊക്കെ വിട്ട് ജ്ഞാനം സിദ്ധിച്ചാൽ അവിടെ ഏതെല്ലാ രീതിയിലാണ് ആത്മാവിൻ്റെ പ്രവർത്തനം എന്നുള്ളത് ഞാൻ അടുത്തൊരു പ്രാവശ്യം പറയാൻ നോക്കാം. നമസ്തേ.